നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ഭാഗമായി പാർലമെന്റിന്റെ സഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിലെ വനിതാ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഐതിഹാസികമായ തീരുമാനങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടാകുമെന്നും ബജറ്റ് ചരിത്രപരമാകുമെന്നും പറഞ്ഞ രാഷ്ട്രപതി രാജ്യ താൽപര്യം മുൻനിർത്തി ഒന്നിച്ചു പ്രവർത്തിക്കാമെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ യുവാക്കൾക്കായുള്ള സർക്കാർ ഇടപെടൽ പരാമർശിച്ചപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. നീറ്റ് എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. ഇതിനെതിരെ സുതാര്യമായ അന്വേഷണം നടക്കുമെന്ന് രാഷ്ട്രപതി ഉറപ്പു നൽകി. ഇന്ത്യയെ വിശ്വബന്ധുവായാണ് ലോകം കാണുന്നതെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അടിയന്തരാവസ്ഥ വിഷയമായി. 1975 നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരുണ്ട അധ്യായമായിരുന്നുവെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഭരണപക്ഷം ആഹ്ലാദാരവം മുഴക്കിയപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. രാഷ്ട്രപതിയുടെ ജഗ്ദീർ ധൻഖയുടെ പ്രസംഗത്തിലും അടിയന്തരാവസ്ഥ വിരുദ്ധ വിമർശനങ്ങൾ ഉയർന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടർന്നു. ഒപ്പം മഴക്കെടുതികളും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരമുള്ള സൗജന്യ ചികിത്സ ലഭ്യമാക്കുമെന്ന പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ സൂചന നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഴിയോര കച്ചവടക്കാർക്ക് നൽകുന്ന വായ്പ PM സ്വനിധി പദ്ധതി ഗ്രാമീണ സെമി അർബൻ മേഖലയിലുള്ളവർക്കും ലഭ്യമാക്കുമെന്ന്. ഉത്തരേന്ത്യ, ദക്ഷിണേന്ത്യ, കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിഷയം ഇന്ന് ലോക്സഭയിൽ ഉന്നയിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നീറ്റ് വിഷയം ശക്തമായി ഉന്നയിക്കണമെന്ന് യോഗത്തിൽ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം ആവശ്യപ്പെട്ടു. ഇതോടെയാണ് വിഷയത്തിൽ പാർലമെന്റിലടക്കം ആഞ്ഞടിക്കാൻ യോഗം തീരുമാനിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ചർച്ച ആവശ്യപ്പെട്ട് ഇന്ന് ലോക്സഭയിൽ നോട്ടീസ് നൽകുകയും ചെയ്യും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CBI പാറ്റ്നയിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. മനീഷ് പ്രകാശ്, അശുതോഷ് എന്നിവരാണ് അറസ്റ്റിലായത്. അതേസമയം നീറ്റ് PG പരീക്ഷ സമയബന്ധിതമായി നടത്തണമെന്ന് IMA നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. പരീക്ഷ മാറ്റിവെച്ചത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കിയെന്നാണ് IMA വെളിപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പ്രതിഷേധത്തിനിടെ ദില്ലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിക്കേറ്റു. നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യമുന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ദില്ലിയിൽ മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് നേതൃത്വം നൽകിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗൻവാടികൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിലാകും കൂടുതൽ മഴ ലഭ്യമാകുക. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മന്ത്രി നിർമ്മല സീതാരാമനുമായി മന്ത്രി KN ബാലഗോപാൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കത്ത് കൊടുത്തിട്ടുണ്ട്. പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കേരളത്തിന് പിന്തുണ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. LDFന്റെ രാഷ്ട്രീയ ഭാവിയുടെ അന്ത്യമായെന്ന് പ്രചരിപ്പിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിടേണ്ടി വന്ന പരാജയം സമ്മതിക്കുന്നു. പക്ഷെ പിറകോട്ട് പോകാൻ LDF ഒരുക്കമല്ല. പാർട്ടി കമ്മിറ്റി കൂടുന്നത് ചർച്ച ചെയ്യാനാണ്, അതല്ലാതെ നേതാക്കൾക്ക് സ്തുതി പാടാനല്ല. തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു.
TP വധക്കേസിലെ പ്രതികളെ വെറുതെ വിടാനുള്ള സർക്കാർ തീരുമാനത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയെന്ന് KK രമ MLA പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് അറിയാതെ ഉദ്യോഗസ്ഥർക്ക് ഇതൊന്നും ചെയ്യാനാവില്ലെന്നും ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നും KK രമ പറഞ്ഞു. അതിനിടെ TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിനായി നീക്കം നടത്തിയെന്ന പേരിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പ്രതികളുടെ രക്ഷാധികാരി മുഖ്യമന്ത്രിയാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. പ്രതികളുടെ ശിക്ഷാ ഇളവിന് വേണ്ടിയുള്ള നീക്കം രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണെന്നും പോലീസ് വിളിച്ചപ്പോഴാണ് KK രമ പോലും കാര്യങ്ങൾ അറിയുന്നതെന്നും ഷാഫി പറഞ്ഞു. സഭയിൽ ഹാജരാവാൻ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും എന്ത് മുഖമാണുള്ളതെന്നും നടപടി തെറ്റാണെന്ന ബോധ്യത്തിലാണ് ഇരുവരും സഭയിൽ ഇല്ലായിരുന്നതെന്നും ഷാഫി പറഞ്ഞു. P. ജയരാജനെതിരെ ആരോപണവുമായി CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. P. ജയരാജൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നും P. ജയരാജൻ്റെ മകൻ സ്വർണം പൊട്ടിക്കലിൻ്റെ കോർഡിനേറ്ററാണ് എന്നും ഇയാളാണ് റെഡ് ആർമിക്ക് പിന്നിലെന്നും മനു തോമസ് ആരോപിച്ചു. തനിക്ക് കൊട്ടേഷൻ സംഘങ്ങളുടെ വധഭീഷണിയുണ്ടെന്നും മനു തോമസ് പറഞ്ഞു. P. ജയരാജനുമായി വ്യക്തിപരമായി തനിക്ക് പ്രശ്നങ്ങളെന്നും P. ജയരാജൻ്റെ പ്രതികരണം പാർട്ടി തീരുമാനമല്ലെന്നും മനു തോമസ് കൂട്ടിച്ചേർത്തു. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിൻ്റെ ആരോപണങ്ങൾ തള്ളി P. ജയരാജൻ്റെ മകൻ ജെയിൻ ജോർജ്. സ്വർണം പൊട്ടിക്കൽ സംഘവുമായി തനിക്ക് ബന്ധമില്ലെന്നും മനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും ജെയിൻ ജോർജ് പ്രതികരിച്ചു. ടൂറിസ്റ്റ് ബസ്സുകൾക്കുള്ള ടാക്സ് വർദ്ധിപ്പിച്ച തമിഴ്നാട് സർക്കാരിൻ്റെ നടപടിക്കെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ. കേരള സർക്കാരുമായി കൂടിയാലോചിക്കാതെയാണ് 4000 രൂപ ടാക്സ് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ ശബരിമല സീസണാണ് വരുന്നത്. അവിടെ 4000 വാങ്ങിയാൽ ഇവിടെയും 4000 വാങ്ങിക്കും. ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ തിരികെ അങ്ങോട്ടും ദ്രോഹിക്കുമെന്നും ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ യദു ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഒന്നുകിൽ ജോലിയിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ പറഞ്ഞു വിടണമെന്നാണ് യദുവിൻ്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. വിമാനത്താവളത്തിലെ യൂസർ ഫീ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ശശി തരൂർ MP കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി കിഞ്ചരാപ്പു റാം മോഹൻ നായിഡുവിന് കത്തെഴുതി. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് ഈ നിരക്ക് വർധന ശക്തമായ പ്രതിബന്ധം സൃഷ്ടിക്കുമെന്ന് ഡോക്ടർ ശശി തരൂർ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.